എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും കുഴഞ്ഞു പോകാതെയും ഒട്ടിപ്പിടിക്കാതെയും നല്ല പഞ്ഞി പോലത്തെ റാഗി ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ റാഗി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊൻകതിർ ബ്രാൻഡിൻ്റെ റോസ്റ്റഡ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കലക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് വെള്ളമാണ് എടുത്തത്. റാഗി എടുത്ത അതേ കപ്പിൽ തന്നെ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അരിയും കൂടുതൽ ടേസ്റ്റ്, അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ അതും ഉരുക്കിയ നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉടച്ച് കളയണം. നല്ലൊരു ലിക്വിഡ് ആക്കണം. എന്നിട്ട് വേണം നമ്മളിത് വാട്ടി കുഴച്ചെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഒന്ന് വാട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓണാക്കുകയാണ്. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ അത് വളരെ ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മളിത് വാട്ടി കുഴച്ചെടുക്കാൻ. കാരണം ഈ റാഗി പെട്ടെന്ന് തന്നെ കുറുകി വരും. അങ്ങനെ കുറുകി വരരുത്. നമ്മൾ സ്ലോ ആയിട്ട് ഇത് വാട്ടി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഏറ്റവും ആദ്യം ഇതിൻ്റെ അടിവശത്താണ് ഇത് പെട്ടെന്ന് കുറുകി വരിക. അതുകൊണ്ട് നമ്മൾ ഇളക്കുമ്പോൾ സ്പാറ്റില അടി തട്ടിക്കൊണ്ട് വേണം ഇത് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം വളരെ ലോ ആക്കി വയ്ക്കണം. എന്നിട്ട് കൈവിടാതെ കൈയെടുക്കാനേ പാടില്ല. പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞു വരും. അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് കൈവിടാതെ ഇതുപോലെ ഇളക്കി കട്ടകളുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സ്പാറ്റില കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വേണം നമ്മളത് കുഴച്ചെടുക്കാൻ. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടി തൊട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് എടുക്കണം. ഒട്ടും മാവ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മാവ് ഒട്ടിപ്പിടിക്കാൻ പാടില്ല കയ്യിൽ. അതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും. നമ്മൾ സ്ലോ ഫയറിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വാട്ടി കുഴച്ചെടുക്കാൻ. പകുതി ആയിട്ടുണ്ട്, പോരാ. ഇതിൽ ഇനിയും വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുപോലെ സ്പാറ്റില അങ്ങനെ ഇട്ട് അമർത്തി നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇങ്ങനെ പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മളിത് വാട്ടിയെടുക്കാൻ. എത്ര വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും നമ്മളത് നന്നായിട്ട് ഡ്രെയിനായി വരുന്നത് വരെ നമ്മളത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് ഇതായി എന്ന് വാട്ടിയെടുത്തു എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് അത് ശരിക്കും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക. ഇനി ഇടയ്ക്ക് നമ്മളൊന്ന് തൊട്ട് നോക്കണം. മാവ് കയ്യിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കയ്യിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുവരെ നമ്മളിത് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. കുറച്ചും കൂടെ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇങ്ങനെ നമ്മൾ വാട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു കുറേ നേരം, വൈകുന്നേരം 4 മണി വരെ അതേപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സമയമെടുത്ത് വാട്ടിയെടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി തണുത്ത ശേഷം കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് നല്ലപോലെ ഒന്ന് അമർത്തി കുഴച്ചെടുക്കുക. എൻ്റെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നതേ ഇല്ല. അതുപോലെ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടമായ ഒരു ലൈക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നല്ല ഒട്ടിപ്പിടിക്കാത്ത നല്ല റാഗി മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് നൂലപ്പത്തിൻ്റെ ആ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഓട്ടയുള്ള ചില്ലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മാവ് ഇതുപോലെ നിറച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് ചുറ്റിച്ചെടുക്കാൻ സാധിക്കും. അത്രയും സോഫ്റ്റായിട്ടാണ് മാവ് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 രീതിയിൽ ഞാൻ ഇവിടെ രണ്ട് രീതിയിൽ ഞാൻ മാവ് ഇടിയപ്പം തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് പരന്ന പാത്രത്തിൽ എടുക്കുന്നുണ്ട്. ഇനി ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ആ വാട്ടുന്ന സമയം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി അധികം നേരം നമുക്ക് സ്റ്റീം ചെയ്യേണ്ട. കാരണം ഇത് പകുതിയോളം 3/4 ഭാഗത്തോളം വെന്തതാണ് മാവ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ.
താങ്ക് യു ഫോർ വാച്ചിങ്.